എസ് കെ സജീഷ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തുടർച്ചയായ അക്രമ സംഭവങ്ങൾ, 2 സംഭവങ്ങൾ, സഭയിൽ നിന്ന് വന്നിരിക്കുന്ന 2 തരം പ്രതികരണങ്ങൾ, എങ്ങനെയാണ് CPM അതിനോട് പ്രതികരിക്കുന്നത്? ഇന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ, ക്രിസ്മസ് സന്ദേശത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്ര നീക്കങ്ങൾ തടയണം, അതിനെ എതിർക്കണമെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അത് സർക്കാർ നിലപാടാണ്. CPM ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? തീർച്ചയായും ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയാണ് RSSും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രാജ്യവ്യാപകമായി പരിശോധിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു രീതികൾ കേരളത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, BJP അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നേരെയുള്ള വേട്ടയാടലുകൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2014 127 അക്രമങ്ങളാണ് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഉണ്ടായതെങ്കിൽ 2019 ആകുമ്പോൾ അത് 328 വർദ്ധിച്ചു. ഇപ്പോൾ 745 ആക്രമണങ്ങളാണ് 2024 നവംബർ വരെയുള്ള കണക്ക് പ്രകാരം വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ മണിപ്പൂർ ഉൾപ്പെടുന്നതല്ല. മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ 209 എണ്ണമാണ് കലാപത്തിൻ്റെ ഭാഗമായി തകർത്ത് കളഞ്ഞത്. ഇവിടെ വിദ്വേഷം കുത്തിവെച്ചാലും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് എന്നാണ് ഇവിടെ പ്രകാശ് ബാബു പറയുന്നത്. നിങ്ങൾ ഈ വിദ്വേഷം കുത്തിവെക്കുമ്പോൾ ആരാണ് ഈ വിദ്വേഷം കുത്തിവെക്കുന്നത്? ഈ വിദ്വേഷം കുത്തിവെക്കുന്നത് രാജ്യത്ത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ? നിങ്ങൾക്ക് വിചാരധാരയെ തള്ളിക്കളയാൻ വേണ്ടി പറ്റുമോ? വിചാരധാരക്കകത്ത് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട RSSൻ്റെ സർസംഘചാലകമായി, രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗോൾവാർക്കർ എഴുതി വച്ചിട്ടുണ്ടല്ലോ വളരെ കൃത്യമായി. RSSൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് വിശദീകരിക്കാനാണല്ലോ ആ പുസ്തകം എഴുതിയത്. അതിനകത്ത് ഒന്നാമത്തെ ശത്രുവായി മുസ്ലിമിനെയും, രണ്ടാമത്തെ ശത്രുവായി ആഭ്യന്തര ശത്രുവായി ക്രിസ്ത്യാനിയെയും, മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരെയും കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ടല്ലോ. ആ വിചാരധാരയെ നിങ്ങളിപ്പോൾ തള്ളിക്കളയുന്നുണ്ടോ? മാത്രവുമല്ല, RSSൻ്റെ ഇന്ത്യയിലെ മുഖപത്രം എന്ന് പറയുന്നത് ഓർഗനൈസറാണ്. ഓർഗനൈസറിലൂടെയാണ് RSSൻ്റെ എല്ലാ അഭിപ്രായവും രാജ്യത്ത് രേഖപ്പെടുത്തുക. അത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരിക. 2023 ജനുവരി മാസം പുറത്തിറങ്ങിയ, ജനുവരി 8-ാം തീയതി പുറത്തിറങ്ങിയ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ മുഖചിത്രം ഒരു ക്രിസ്മസ് പപ്പ തിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു. എന്നിട്ട് അതിന് കൊടുത്ത, ആ മുഖചിത്രത്തിന് കൊടുത്ത അടിക്കുറിപ്പ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഫെസ്റ്റിവൽ എന്നാണ്, അപകടകരമായ ആഘോഷമെന്നാണ്. ലോകത്തിന് അപകടമുണ്ടാക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് നിങ്ങളുടെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ കൂടെ നിങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടെ VHP എന്ന് പറയുന്ന സംഘടനയെയോ ഓർഗനൈസറിനെയോ അതുപോലെ തന്നെ RSSൻ്റെ വിചാരധാരയെയോ ഏതെങ്കിലും ഒന്നിനെ തള്ളിക്കളയാൻ ഈ പ്രകാശ് ബാബുവോ നിങ്ങൾ RSSോ BJPയോ തയ്യാറുണ്ടോ? നിങ്ങൾക്കതിന് സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വച്ചതാണിത്, വർഷങ്ങളായി പഠിപ്പിക്കുന്നതാണിത്. ആ പഠിപ്പിച്ചു വച്ചത് തൽക്കാലം നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ചിലയിടത്തൊക്കെ അതിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ നിങ്ങളുടെ അജണ്ടകൾ തന്നെ നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടിയായി മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. CPIM, DYFI ഇതെല്ലാം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായി അക്രമം നടത്തി എന്നങ്ങ് പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അക്രമം നടന്നിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പറയുകയാണ്. ഒഡീഷയിൽ വലിയ കലാപം നടന്നിരുന്നു. പ്രകാശ് ബാബുവിന് അറിയാമല്ലോ. നേരിട്ട് ഇതേ VHP RSS സംഘമാണല്ലോ ക്രിസ്ത്യൻ പള്ളികൾ വ്യാപകമായി ആക്രമിച്ചു, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ ആട്ടിയോടിച്ചു, കാടുകളിലേക്ക് ഓടിച്ചു. ഞായറാഴ്ചത്തെ പ്രാർത്ഥനകൾ പോലും അവർക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. ഒരു കെട്ടിടം പോലും വിട്ടുകൊടുക്കരുത് പ്രാർത്ഥിക്കാൻ വേണ്ടി, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഭീഷണിയുണ്ടായി. അവസാനം അവർ പ്രാർത്ഥിച്ച എവിടെയാണ്? പ്രാർത്ഥിച്ചത് ഒഡീഷയിലെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. ഓഫീസ് പ്രവർത്തനം നിർത്തിവെച്ച് കലാപബാധിതരായ ആളുകൾക്ക് ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയായി വിട്ടുകൊടുത്തത് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നിങ്ങൾ നടത്തുന്ന ഈ ആക്രമണത്തെ എല്ലായിടത്തും പ്രതിരോധിക്കാനും അവരെ സഹായിക്കാനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. സ്വാൻസ്വാമിയെ പോലെയുള്ള ആളുകൾക്ക് എതിരെ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? വിശാലമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണോ നിങ്ങൾ കാണിച്ചത്? ആ മനുഷ്യനെ ചങ്ങലക്കിട്ട് വിലങ്ങിട്ട് കൊന്നുകളഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നേഹം കണ്ടിട്ടില്ലല്ലോ. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നപ്പോൾ ആ RSSനെ
ആ സംഘപരിവാരത്തെ നിങ്ങൾ ന്യായീകരിക്കുകയല്ലേ ചെയ്തത്? ഇവിടെ ഓരോന്നും കേരളത്തിലുൾപ്പെടെ മരാമൺ കൺവെൻഷൻ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ? പ്രഖ്യാപിച്ചപ്പോൾ സംരക്ഷണം കൊടുത്ത സംഘടനയുടെ പേര് DYFI എന്നായിരുന്നു. ഇതിൻ്റെ വിശാലതകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് കാര്യം എല്ലാവർക്കും ബോധ്യമാകും. ചിലർക്കിപ്പോൾ ബോധ്യമായിട്ടില്ല, ചിലർ ബോധ്യമായിട്ടും ബോധ്യമായതായി നടിക്കുന്നില്ല. എന്നാൽ രാജ്യത്താകെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2% വരുന്നുള്ളൂ. അപ്പോൾ രാജ്യത്താകെ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ വലിയ കണക്കും ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ആ കണക്ക് എൻ്റെ പക്കലുമുണ്ട്. പക്ഷേ ഇവിടെ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് മുസ്ലിം വിരോധം കൂടി ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അവരെ കൂടെ കൂട്ടി വോട്ട് പിടിക്കാനുള്ള ശ്രമം ഒരു തരത്തിൽ തൃശ്ശൂരിൽ വിജയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ BJPയുടെ സ്നേഹ സന്ദേശ യാത്ര അത് കഴിഞ്ഞ 2 ക്രിസ്മസുകളിലായി തുടരുന്നു, ഇത്തവണയും അതുണ്ട്. അപ്പോൾ ഇവിടെ ആക്രമണം നടത്തിയത് കൊണ്ട് BJPക്ക് ഗുണമുണ്ടോ അതോ ദോഷമാണോ ഉണ്ടാവുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അല്ല, അവിടെ നമ്മൾ കാണേണ്ടത് ഇവരെങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നതെന്നാണ്. അതിന് ലോകത്ത് RSS എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണല്ലോ. അതിൻ്റെ ആശയങ്ങൾ കടമെടുത്തത് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഫാസിസ്റ്റുകളിൽ നിന്നാണ്. അവിടെ ജർമ്മനിയിലെ ഫാസിസത്തിൻ്റെ കാലത്ത് ഹിറ്റ്ലറുടെ ഈ മോദിയെ പോലെയുള്ള മനോഹരമായ വാക്കുകൾ അവിടെയുള്ള പലരെയും ആകർഷിച്ചിരുന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി അവിടെ അതിൽ വീണുപോയ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, പാസ്റ്റർ നിയോ മുള്ളർ. പാസ്റ്റർ നിയോ മുള്ളർ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഈ ഫാസിസത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം അവർ തൊഴിലാളികൾക്ക് നേരെ വന്നു, അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതന്മാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനായിരുന്നില്ല. പിന്നീട് അവർ കത്തോലിക്കർക്ക് നേരെ വന്നു, അപ്പോഴും മിണ്ടിയില്ല, ഞാൻ അതിൽപ്പെട്ട ആളായിരുന്നില്ല. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പലർക്ക് നേരെയും വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ അവരിലൊരാളായിരുന്നില്ല. പിന്നീട് ദ്രംഷ്ട കാട്ടി ഫാസം എനിക്ക് നേരെ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന് പാസ്റ്റർ നിയോ മുള്ളർ എഴുതി വച്ചത്. ഇതേപോലെ തന്നെ പാതിരിയായ ബഹുമാന്യനായ വ്യക്തി ലോകത്തോട് എഴുതി വച്ചത് RSS ഉൾപ്പെടെയുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ സംഘടനകളെ നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയണം എന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ്. ആ തിരിച്ചറിവ് ആർക്കുണ്ട്? യോഹന്നാൻ മാർ മാത്യൂസ് എന്ന് പറയുന്ന ബഹുമാന്യനായ തൃശ്ശൂർ ഭദ്രാസന അധിപന് ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ക്രിസ്ത്യൻ വിഭാഗത്തെ ഇവർ പ്രലോഭിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തങ്ങളെ പറ്റിക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ അവർക്കറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.